നമ്മളിന്നൊരു യാത്രയിലാണ്. യാത്ര പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള അതാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ, അമ്പലം വരുന്നത്. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരുള്ള ഒരു പ്രസിദ്ധമായൊരു ഭഗവതി ക്ഷേത്രമാണ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളുടെ ഒരു മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ഒരു അമ്പലം ലോകാംബിക ക്ഷേത്രം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയത് 4-ാം താലപ്പൊലി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ എത്തിയത്. അപ്പോൾ 1-ാം താലപ്പൊലിക്ക് പോയിട്ട് കുറച്ച് അലർജി കാര്യങ്ങളൊക്കെ പണി കിട്ടിയായിരുന്നു, പൊടി അടിച്ചിട്ട്. അപ്പോൾ താലപ്പൊലിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ 5-ാം താലപ്പൊലി ഇല്ല, 5-ാമത്തെ ദിവസം പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കരുതി. അങ്ങനെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് താലപ്പൊലിക്കാവ് വരുന്നത്. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നമുക്കൊരു 2 തൊട്ടിലൂഞ്ഞാലും ഒരു വഞ്ചിയും അങ്ങനെ കുറേ കടകളൊക്കെ ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലപ്പുറമും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് 3 കോമ്പൗണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അമ്പലവും പിന്നെ അതുമായി ബന്ധപ്പെട്ട വേറെ ഒരു പ്രതിഷ്ഠകളൊക്കെ ഉള്ള കോമ്പൗണ്ട് വരണം. അതിന് ശേഷം പുറത്തേക്ക് ആലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോമ്പൗണ്ട് വരണം. അതിനുശേഷം 3-ാമത്തെ കോമ്പൗണ്ടിലാണ് ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. താലപ്പൊലി ഭരണി സമയത്താണ് ഇങ്ങനത്തെ ഷോപ്പുകൾ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലെ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ആൽമരത്തുമ്പോൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഈ ആൽമരത്തിനൊക്കെ ഉടമസ്ഥന്മാരുണ്ട് കേട്ടോ. അത് അമ്പലത്തിൻ്റെ തന്നെ അല്ല, ഈ പുറത്ത് നിന്ന് വരുന്ന ഭരണിക്ക് വരുന്ന ഓരോ ഊരിലെ മൂപ്പന്മാരുണ്ട്, അല്ലെങ്കിൽ ഓരോ തറവാട്ടുകാരുണ്ട്. ഇവരെ എന്താ പറയുക, പേരൊക്കെ ഈ അമ്പലത്തിൻ്റെ ഒരു അമ്പലത്തിൻ്റെ അല്ല, ഈ ആലിൻ്റെ തറയമ്മ നെയിം ബോർഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയാണ് ഈ ആല്. അപ്പോൾ വരുന്ന സമയത്തൊന്നും നമുക്കിതിൽ കയറാൻ പറ്റുന്നില്ല. അവർ വരുമ്പോൾ എന്തായാലും മാറിക്കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലം വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറിയിട്ടില്ല, കാരണം അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. എന്നിരുന്നാലും ആളുകൾ കയറാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം വരുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് കോമ്പൗണ്ട് നടവഴി. അപ്പോൾ വടക്കേ നടയിൽ നിന്നും ആണ് എൻട്രൻസ് കൂടുതലായിട്ട് ആളുകൾ വരാം. അപ്പോൾ യാത്ര വരുന്നവർ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരായാലും ചില ആളുകൾ വടക്കേ നടവഴി തന്നെ കയറുള്ളൂ. അപ്പോൾ വിശാലമായ പാർക്കിംഗ് ആണ് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വടക്കേ നടയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ദീപസ്തംഭമുണ്ട്. അപ്പോൾ തെക്കേ നടയിൽ നിന്നും എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർ ചിലർ തെക്കേ നടയിൽ 2 എൻട്രൻസ് ഉണ്ട്, 2 എൻട്രൻസ് വഴി കയറും. അപ്പോൾ ഏത് എൻട്രൻസ് വഴി കയറിയാലും നല്ല പാർക്കിംഗ് തന്നെ ഉണ്ട്. വലിയ ബസ് വന്നാൽ പോലും നന്നായിട്ട് പാർക്ക് ചെയ്യാവുന്ന സ്ഥല സൗകര്യം അമ്പലത്തിലുണ്ട്. ഇതാണ് നടപ്പന്തൽ. അപ്പോൾ ഇവിടെ നിന്നാണ് നേരെ കയറുന്നത്. പക്ഷേ ആനയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പുറത്താട്ടോ, ഈ തെക്കേ നട എന്ന് പറയും. ആ ഭാഗത്താണ് ആനയും കാര്യങ്ങളും വരാം. ഈ ഭാഗം വരുന്നത് കിഴക്കേ ഭാഗമാണ്. കിഴക്കേ നടയിൽ നിന്നുള്ള എൻട്രൻസ് ആണിത്. പക്ഷേ ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ അങ്ങനെ വരില്ല, കാരണം ഇവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. മറ്റേ ചെറിയ കല്ലുകൊണ്ട് ഒരടി പൊക്കത്തിൽ കെട്ടിയിട്ടുണ്ട്. വാഹനങ്ങൾ വരില്ല, നടന്ന് തന്നെ ഈ ഭാഗത്ത് കൂടി വരണം. ഇതേപോലെ തന്നെ എൻട്രൻസ് കിഴക്കേ നടയുണ്ട്, തെക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട. കിഴക്കേ നടയിൽ നിന്നുള്ള എൻട്രൻസാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇനി തെക്കേ നടയുന്നുണ്ട്, പടിഞ്ഞാറേ നടയുന്നുണ്ട്. പടിഞ്ഞാറേ നടയിലുള്ള എൻട്രൻസ് ഞാൻ കാണിക്കുമ്പോൾ പറയാം. അവിടെ കുളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ആലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇന്ന് പ്രത്യേക പേര് പറയുന്നുണ്ട്, പേരൊക്കെ മറന്നു. ഈ കാണുന്ന ഗ്രില്ലൊക്കെ താലപ്പൊലി പ്രമാണിച്ച് ഊരി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആളുകൾക്ക് ഈസി ആക്സസിന് വേണ്ടിയിട്ട് ഊരി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ വിളക്ക് കാര്യങ്ങളൊക്കെ കത്തിക്കാറുണ്ട്, വിശേഷ അവസരങ്ങളിൽ കത്തിക്കാറുണ്ട്. ഞാൻ ചെല്ലുന്ന സമയം ആനയെ മറ്റേ എഴുന്നള്ളിച്ച് കൊണ്ടിരില്ലേ, ആ ഒരു പന്തലൊക്കെ അഴിച്ചിരിക്കുന്ന ടൈമായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞുവല്ലോ, ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം ഈ കേരളത്തിലെ 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മൂലകേന്ദ്രമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. മാത്രമല്ല ലോകാംബിക ക്ഷേത്രം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് 4 ഉള്ളത് ഈ ലോകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശൈവരാണ് ഇവിടെ ആദ്യം ഭഗവതിയെ കുടിയിരുത്തിയത്, പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ആദിപരാശക്തി എന്ന രൂപത്തിലാണ് ഭഗവതിയെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഭഗവതിയുടെ ചൈതന്യത്തെ ആവാഹിച്ച് കൊണ്ടുപോയിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 64 കാളി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. മാത്രമല്ല കൊടുങ്ങല്ലൂർ ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് ശിവപ്രതിഷ്ഠ എങ്കിലും അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ശ്രീകുരുംബ അമ്പലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്.
കേരളത്തിൻ്റെ ഒരു സംരക്ഷണത്തിനായിട്ട് രക്ഷയ്ക്കായിട്ട് 4 അംബികാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഒരു വിശ്വാസം കണക്ക്. ഇതിൽ ഒന്നാണ് ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. ബാക്കിയുള്ളത് കൊല്ലൂർ മൂകാംബികയും പാലക്കാട് ഹേമാംബികയും കന്യാകുമാരി ബാലാംബിക. ബാക്കി 3 അമ്പലങ്ങൾ ഇവയാണ്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള അമ്പലം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇവിടുത്തെ പൂജാരിമാരെന്ന് വെച്ചാൽ അടികൾ എന്നൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ കുന്നത്ത് പിന്നെ മഠത്തിൽ ഇതൊക്കെയാണ് ഇവരുടെ വീട്ടുപേര് കാര്യങ്ങളായിട്ടൊക്കെ വരുന്നത്. ഇവർക്കാണ് ഈ പൂജയുടെ അധികാരം കാര്യങ്ങളൊക്കെ ഉള്ളത്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, പിന്നെ മാസത്തിൽ 1-ാം തീയതി തുടങ്ങിയ സമയത്തൊക്കെ ഇതൊരു ദർശനത്തിന് നല്ല സമയമായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയിട്ടാണ് പണ്ട് കേരളം ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. അങ്ങനെ ചേര ചെങ്കുട്ടവനാണ് ഈ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിരുന്നത്. അപ്പോൾ മറ്റൊരു ഇതുള്ളതെന്ന് വെച്ചാൽ പാർശ്വനാഥ ജൈനൻ്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്നിക്കടവുൾ, അതായത് പത്നി എന്ന് പറഞ്ഞ ഭാര്യയാണ്. ഇപ്പോൾ ഭാര്യാദീപം എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ചെങ്കുട്ടവൻ്റെ കാലത്ത് ശൈവമതത്തിന് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്നു. പത്നിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കാനുള്ള കല്ല് ഒരുപാട് രാജാക്കന്മാരായിട്ട് യുദ്ധം ചെയ്ത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വർണ്ണിച്ച് പറയുന്നുണ്ട് അത്. അപ്പോൾ ഇത് മാത്രമല്ല, AD 2-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ പ്രതിഷ്ഠ നടക്കുന്നത്. അതായത് ഇന്നേക്ക് ഒരു 1825 വർഷം മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് സിലോണിലെ ഗജബാഹു 1-ാമൻ. അദ്ദേഹം ഇവിടെ വഞ്ചിയിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ AD 2-ാം നൂറ്റാണ്ടിലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് എഴുതപ്പെട്ടതായിട്ട് ഒരു രേഖയുണ്ട്. അത് മഹായാമൻ്റെ മഹാവംശം എന്ന് പറഞ്ഞിട്ട് അത് പാലി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണത്. ആ കൃതിയിൽ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഗജബാഹു വന്ന് ഇവിടെ പങ്കെടുത്തു, ഇങ്ങനെ ഒരു കണ്ണകി പ്രതിഷ്ഠ നടന്നു, അവിടെ പങ്കെടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവതി പ്രതിഷ്ഠയിലേക്ക് ലയിപ്പിച്ചു എന്നാ പറയാം കണ്ണകിയെ. അത് എത്രമാത്രം കാര്യമുണ്ട് നമുക്കറിയില്ല. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒറ്റമുലയുള്ള കർണകയുടേതായിരുന്നു. അതിന് സാഹിത്യ പരാമർശം ഉണ്ടോ ഇത്. പക്ഷേ എന്നാൽ ഇത് ഇന്ന് വസൂരിമാലയ്ക്ക് മാത്രമേ ഇതുമായിട്ട് ഒരു ആകാര സാമ്യമുള്ളൂ. അപ്പോൾ വസൂരിമാലയുടെ ഭാഗത്തുള്ളത് മേൽക്കൂര ഇല്ലാത്ത ഒരു അമ്പലം കേട്ടോ. അത് ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ്. മാത്രമല്ല ഈ ചെങ്കുട്ടവൻ്റെ കാലത്ത് പ്രസിദ്ധമായ എന്താ പറയുക, വളരെ പ്രസിദ്ധമായൊരു അമ്പലവും കൂടിയാണ് ഈ ഒരു നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം വരുന്നത്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് ഒരുപാട് ഇത് വന്നു, സ്വാധീനം വന്നു. ഈ സമയത്ത് രാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. ആ സമയത്ത് ഇവിടെയും ചേര രാജാക്കന്മാർ ഒരുപാട് പേര് ബുദ്ധമതം സ്വീകരിച്ചു, ബുദ്ധമത അനുയായികളാവുകയും ചെയ്തു. ആ സമയത്ത് ഈ കൊടുങ്ങല്ലൂർ അമ്പലം ബുദ്ധമത വിഹാരമായി മാറ്റപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യം ബുദ്ധമത വിഹാരമായിരുന്നില്ല, ആദ്യം ഇങ്ങനെ ഒരു അമ്പലമായിരുന്നു. അത് പിന്നീട് ബുദ്ധമത വിഹാരമാവുകയും വീണ്ടും തിരിച്ച് അമ്പലമാവുകയാണ് ചെയ്തത് കേട്ടോ. കാരണം ഇവർ വീണ്ടും ശക്തി പ്രാപിച്ചപ്പോൾ, ശൈവർ ശക്തി പ്രാപിച്ചപ്പോൾ വീണ്ടും അമ്പലമാക്കി മാറ്റുണ്ടായത്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്, കേരളത്തിൽ കൊടുങ്ങല്ലൂർ ആദ്യം ഉണ്ടായിരുന്നത് ശൈവരായിരുന്നു. പിന്നീടാണ് വൈഷ്ണവർ വരുന്നത്. അപ്പോൾ രണ്ടുപേരും 2 തട്ടിൽ നിന്നിരുന്ന ആളുകളായിരുന്നു. പിന്നീടാണ് ഇവർ ഒരുമിച്ച് ഒറ്റ ഒരു ഹിന്ദുമതം എന്നൊരു ഇതിൽ വന്നത്. അപ്പോൾ ഇവിടെ കോഴിക്കല്ലും മൂടാന്ന് പറഞ്ഞൊരു പ്രത്യേക ചടങ്ങുണ്ട് ഭരണിക്ക്. അപ്പോൾ അതിൽ പറയപ്പെടുന്ന വെച്ചാൽ ആ കല്ലുമ്മ പത്മതളുണ്ട്. അത് ബുദ്ധസ്തൂപത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കല്ലാണെന്ന് കൂടിയും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ബുദ്ധരെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തെറിപ്പാട്ടും കോഴിബലിയും ആരംഭിച്ചതെന്നും കൂടി ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത് രണ്ടാമത് തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. ആദ്യം അമ്പലം തന്നെയായിരുന്നു, പിന്നീടാണ് ബുദ്ധവിഹാരമായത്. വീണ്ടും ഹൈന്ദവതല്ല ശൈവര് ശക്തി പ്രാപിച്ചപ്പോൾ വീണ്ടും ഇത് തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. പിന്നീട് ജൈനന്മാരെ കേന്ദ്രമായിരുന്നു കുറച്ചു കാലം. അത് അമ്പലം ജൈനന്മാരെ കേന്ദ്രമായിരുന്നില്ല, കൊടുങ്ങല്ലൂർ ഭാഗം ജൈനന്മാരുടെ ഒരു ശക്തി കേന്ദ്രമായി മാറിയിരുന്നു. തൃക്കണ്ണ മതിലൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അവിടെയൊക്കെ ജൈനന്മാരുടെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കൊടുങ്ങല്ലൂർ പ്രധാനപ്പെട്ട ചടങ്ങ് വരുന്നത് താലപ്പൊലി, 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി. പിന്നീട് ഇതേപോലെ തന്നെ ഭരണിയും. ഭരണിക്ക് കൊടുങ്ങല്ലൂരുള്ളവർക്ക് വലിയ റോളൊന്നുമില്ല, എല്ലാവരും പുറത്തുനിന്ന് വരുന്നവരാണ് അവിടെ ആഘോഷിക്കുന്നതും തെറുപ്പാട്ട് പാടുന്നതും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് കൊടുങ്ങല്ലൂരുകാർ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊടുങ്ങല്ലൂർ അമ്പലത്തെ പറ്റി പരിചയപ്പെടുത്തിയതിൻ്റെ വിവരണം. അപ്പോൾ ഒരുവിധ ഹിസ്റ്ററിയും ഒരുവിധം കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ പൂജാ കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ പറഞ്ഞല്ലോ, മാത്രമല്ല അമാവാസി, അങ്ങനെ ഇങ്ങനത്തെ പൂജാ കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള പൂജാ കാര്യങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ സെൻറ്ററായിട്ടുള്ളൊരു ഭാഗമാണ്, അപ്പോൾ എൻ്റെ നാടാണ്. അപ്പോൾ ഇത് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.